അച്ഛാ ഇനി മേലെ സംസാരം എന്നോട് സംസാരിച്ചാണ്ടല്ലോ ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങി പോട്ടോ. എനിക്ക് ജോലിക്ക് പോകണ്ടേ? ആഹാ അച്ഛൻ അനാവശ്യ കാര്യത്തിനൊക്കെ ലീവ് എടുക്കുന്നുണ്ടല്ലോ. എനിക്ക് ഇപ്പൊ ഒരു ആവശ്യം വന്നപ്പോ അച്ഛന് ലീവ് എടുക്കാൻ വയ്യ. ഇതിപ്പോ എന്ത് കാര്യത്തിനാണ് രണ്ടുപേരും കിടന്നിങ്ങനെ അടി ഉണ്ടാക്കണത്? എന്തിനാണ് അച്ഛനിപ്പോ ലീവ് എടുക്കേണ്ട കാര്യം? നിന്നെ കൊണ്ട് ശല്യമാണല്ലോ കേശു. ഇവൻ ആ ജനസേവ കേന്ദ്രം തുടങ്ങിയപ്പോഴത്തേക്ക് ഞാൻ വിചാരിച്ചു ഇവന്റെ ശല്യം അതോടെ തീർന്നു. പിന്നെ നീ എന്തിനാണ് കിഴക്കി ഇടയ്ക്ക് കെട്ടിയെടുത്ത് ഇങ്ങോട്ട് വരണേ? നിനക്ക് അവിടെ ഞാൻ ഇരുന്നാ പോരെ, ഇറങ്ങി പോടാ ഇങ്ങോട്ടെങ്കിലും. ഞാൻ കേട്ട് ഞാൻ കൂടെ തുടങ്ങി കഴിഞ്ഞാൽ നിനക്ക് മര്യാദയ്ക്ക് ജീവിച്ചോണ്ടാ കേശു. അച്ഛാ എന്ന് പറഞ്ഞാലും കച്ചാ കച്ചാന്ന് വിളിച്ചോണ്ടിരുന്നോളൂ. അച്ഛാ അപ്പൊ എങ്ങനെ നമുക്ക് പോവാം? പോവാം, പക്ഷെ മേലാൽ എന്നോട് ചോദിക്കാൻ ഇതുപോലത്തെ കാര്യങ്ങൾ പ്ലാൻ ചെയ്യരുത്. ഇല്ല പ്ലാൻ ചെയ്യില്ല. അല്ല ഓക്കെ, രണ്ടുപേരും എവിടെ പോണു? എടാ എന്നെ കൊണ്ട് കുഴിപ്പണം തോന്നാടെ. കുഴപ്പമില്ലത്താ എനിക്ക് ആദ്യമേ തോന്നി. ചേച്ചി ഞാനും വരുന്നു. ഒരു കാര്യം ചെയ്യ്, ആ ട്യൂഷൻ പോയി ശിവാനിനെ കൂടെ വിളിച്ചോണ്ട് പോവാ. ഇപ്പൊ മുടിയനെ വിളിച്ച് ഓഫീസിൽ നിന്ന് അമ്മയെ വിളിച്ചോണ്ടോ എല്ലാം കൂടെ പോകും. അല്ല പിന്നെ എടാ ആ സിദ്ധുവിന്റെ അമ്മയ്ക്ക് വയ്യ, അതുകൊണ്ട് ടൗണിൽ പോയി കുറച്ച് സാധനം മേടിച്ചിട്ട് അവിടെ കൊണ്ടേ കൊടുത്തിട്ട് ടക്കിനിങ്ങ് തിരിച്ചു വരും. ടക്കനെങ്ങ് തിരിച്ചു വരുമോ? അവിടെ കയറി ഒരു വെള്ളം പോലും കുടിക്കൂല. ഞാൻ കൂടെ പോയിട്ടാണ്. അയ്യോ, ഒറ്റയ്ക്ക് പോകാനായിട്ട് ഭയങ്കരമായിട്ട് ആഗ്രഹിച്ച് നിൽക്കുകയാണോ? പോകുന്നെങ്കിൽ ഒരുമിച്ച് ഞങ്ങൾ രണ്ടുപേരും പറഞ്ഞു. ഭയങ്കര മഴയും വെയിലും ഇടാ, കൊച്ചിനെ കൊണ്ട് ശരിയാവൂല. മഴയും വെയിലു അതെന്തേ? എടാ ഈ മഴ വന്നിട്ട് പെട്ടെന്ന് നിൽക്കുമ്പോഴേ ഭയങ്കര വെയിൽ വരും. ഈ ക്ലൈമറ്റ് ചേഞ്ച് ആകുമ്പോൾ കൊച്ചിന് പിടിക്കില്ല, പനി അസുഖം വരും. ചുരുക്കം പറഞ്ഞാൽ നമ്മൾ വരണ്ട. ലജുവേ ഒരു കാര്യം ചെയ്യ്, ഞാൻ വീട്ടിൽ ഇരിക്കാം, ഓളെ നോക്കിക്കോളാം. നീ കേശുവിനെ കൊണ്ടുപോ. ഇവരെയും കൊണ്ട് പോയാൽ ശരിയാവില്ല. തിരിച്ചു വരുമ്പോ ആരെങ്കിലും ഒരാളെ ജീവനോടെ ബാക്കി ഉണ്ടാവുള്ളൂ. ആ പോകുന്ന വഴിക്ക് തമ്മിൽ തല്ലി ചാവും ആരെങ്കിലും ഒരാള്. അയ്യോ അത് ശരിയാവില്ല മക്കളെ, ഞാൻ തന്നെ വരാം. അതാണ് ഞാനും അച്ഛനും തമ്മിലാകുമ്പോ യാതൊരു കുഴപ്പമില്ല, സെറ്റാണ്. അങ്ങനെ അത് ഈ സിങ്ക് എന്നൊക്കെ പറയില്ലേ, ചിലവരായിട്ട് ഭയങ്കര സിങ്ക് ആയിരിക്കും വെച്ചാ ആരും വിചാരിച്ചാലും പിരിക്കാൻ പറ്റൂല. പിന്നെ സിങ്ക് എന്തായാലും എവിടെങ്കിലും പോവാണ്ടെങ്കിൽ ഇറങ്ങി പോകണം, വെറുതെ ഡയലി അടിച്ചോണ്ട് നിൽക്കരുത്. അച്ഛാ എന്നാ പിന്നെ റെഡി ആവാ, നമുക്ക് പോയിട്ട് വരാം. ഞാൻ ഈ സൈറ്റിൽ എന്ത് പറയുന്ന ആലോചിക്കണത്. അതാലോചിച്ച് അച്ഛൻ ടെൻഷൻ അടിക്കണ്ട. ആ എഞ്ചിനീയർ നമ്പർ ഞാൻ വിളിച്ചു പറയാം. എന്ത് വിളിച്ചു പറയും? അച്ഛനും മോളും കൂടെ കറങ്ങാൻ പോയിരിക്കുകയാണ്. അത് കഴിഞ്ഞ് സമ്പന്നക്കാരുടെ വീട്ടിലൊക്കെ കയറി ചട്ടി അടിച്ചിട്ട് അച്ഛൻ വരുന്നു. അനാവശ്യം പറയാ. പിന്നെ ഉള്ള കാര്യമല്ലേ പറഞ്ഞത്? ഇത് തന്നെയല്ലേ ഇപ്പൊ സംഭവിക്കാൻ പോണത്. എടാ നീ കിടന്ന് കയറി കാണിക്കാടേ. ഒരു കാര്യം ചെയ്തി കൂടെ പോ. ഞാനൊന്നും പോകില്ല ചേച്ചിയുടെ കൂടെ. അപ്പൊ ഞാൻ പോവാണ്. പോയിട്ട് പോവാ, അല്ലെങ്കിൽ വീട്ടിൽ ഒറ്റയ്ക്ക് ഇരിക്കാനാണല്ലോ നമ്മുടെ വിധി. അയ്യേ അളിഞ്ഞ സെന്റി ആയിട്ട് വരും. എത്ര സെന്റി അടിച്ചിട്ടും കാര്യമില്ല മോനെ, നിന്നെ ഞാൻ കൊണ്ടുപോകാൻ ഉദ്ദേശിക്കണ. അച്ഛാ പെട്ടെന്ന് റെഡി ആവട്ടോ. കഷ്ടാണ് നോക്കണേ. കഷ്ടം. ഓ രണ്ടുപേരും എങ്ങോട്ടെന്ന് വെച്ചാ പോക്കോ, ഞാൻ പോവാ. അവിടെ ഇറങ്ങിയില്ലേ? ആഹാ അച്ഛൻ പോവാൻ വേണ്ടി ഉത്സാഹപ്പെട്ട് നിൽക്കണം. അച്ഛാ എന്ത് ചെയ്യാടേ, നിർബന്ധിച്ച പിന്നെ പോകാതിരിക്കാൻ പറ്റും. ഒരു തൊന്തരവ് കേസാണേ. ഓ ഭയങ്കര തൊന്തരവ് കേസ്. അച്ഛാ ഞാനൊരു കാര്യം പറഞ്ഞേക്കാം, വീടായിട്ട് അച്ഛൻ എന്നെ ഭയങ്കരമായിട്ട് അവോയ്ഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. വരുമ്പോ പരോട്ട ഇറച്ചി മച്ചോണ്ട് വരാടേ. ഒരു ബണ്ടിൽ ഐസ്ക്രീം മച്ചോണ്ട് വെച്ചേ. അതെ നമുക്ക് എങ്ങനെയാ പോണ്ടേ? ഗേറ്റ് വരെ നടന്നിട്ട് അവിടെ ഓട്ടോ എടുത്ത് പോയാൽ മതിയോ? മക്കൾ ഇഷ്ടം പോലെ അങ്ങനെയാണോ പോവാം. അച്ഛൻ പറഞ്ഞ ഓരോ വിളിച്ച് പറഞ്ഞില്ലല്ലേ ആഹാരത്തിന്റെ കാര്യം? പിന്നില്ലേ അച്ഛൻ എന്റെ കൂടെ വരുന്നു പറഞ്ഞപ്പോ തന്നെ സിദ്ധുവിന്റെ അമ്മ അവിടെ തലക്കറിയും കൊഞ്ചും ബീഫും എല്ലാം അവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. മകളെ നാടൻ ചിക്കൻ വറുത്തരച്ച് വെക്കാൻ പറഞ്ഞു. ഇഷ്ടമാണ്. കലിപ്പിലാണ് കേട്ടോ. കലിപ്പിട്ടോണ്ടിരിക്കട്ടെ, നമുക്ക് പോയിട്ട് മകളെ പോണടാ പറു. കേശുവേ പോവാ, അവളെ നോക്കോളണേ. അളിയോ അളിയാ, എന്റെ പൊന്നളിയാ. അളിയാ ഡേയ്, ബാലുവിന്റെ മക്കളാരും ഇവിടെ ഇല്ലടേ. പറവേ പറവേ മര്യാദയ്ക്ക് ഇറങ്ങി വാ. പറൂടെ വരാം, ഞാൻ അകത്തോട്ട് കയറുന്ന അറിയാല്ല. ഇങ്ങോട്ട് ഇറങ്ങി വാ. ഇങ്ങോട്ടോ. നീ എന്നെ കണ്ടപ്പോ എന്തിനാ അയ്യോ എന്ന് വിളിച്ചോണ്ട് ഓടിയത്? നിനക്ക് ഞാൻ വച്ചിട്ടുണ്ട് കേട്ടാ. എനിക്ക് ദേഷ്യം വന്നോണ്ടല്ല. നിങ്ങളെ അങ്ങളെന്ന് ഇപ്പൊ ഇങ്ങോട്ട് വന്നത്? എന്താ എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിൽ എനിക്ക് ഇങ്ങോട്ട് വരാനുള്ള ഇല്ല ഒന്നുകൂടെ. അല്ല അങ്ങനൊന്നും ഇല്ല, എന്നാലും അങ്ങള് വന്നോണ്ട് ചോദിച്ചത് എന്ത് വന്നു? എടാ ഞാൻ വെറുതെ വന്നപ്പോ ഇങ്ങോട്ട് കയറിയത്. അവ എവിടെ പോയി? ആര്? നിന്റെ അച്ഛൻ. അച്ഛനും ചേച്ചിയും കൂടെ കുഴപ്പമുള്ളത്ത് പോയി. എന്തിൻ്റെ ഇവ എപ്പോഴും ഇങ്ങനെ കുഴപ്പമുള്ളത് നിൽക്കുന്നത്? മോളെ കെട്ടിച്ച വീട്ടിൽ പോയി ഇങ്ങനെ നിൽക്കുന്നത് മോശമല്ലേ? ഇടയ്ക്കിടയ്ക്ക് പോണാണല്ല. അവരെന്തെന്ന് വിചാരിക്കും ഇങ്ങനെ പോയി നിന്നാ? അവരെന്ത് വിചാരിക്കും? ഇടയ്ക്കിടയ്ക്ക് അങ്ങോട്ട് വരുന്നെന്ന് വിചാരിക്കും. അല്ല അവന് വേറെന്ത്? പറവേ നീ മിണ്ടിപ്പോല്ല കേട്ടാ. പണ്ട് നിനക്ക് ഓർമ്മ വേണ്ട, ഒരിക്കൽ അവര് ഐസ്ക്രീം മുട്ടായൊക്കെ വാങ്ങിച്ചതരാതിരുന്നപ്പം നീ ഇതുകൊണ്ട് അവിടെ കരഞ്ഞോണ്ടിരുന്നു. അന്ന് നിനക്ക് ഐസ്ക്രീം മുട്ടായൊക്കെ വാങ്ങിച്ചതരാ അങ്ങളെ ഉണ്ടായിരുന്നുള്ളൂ. അത് മറക്കല്ലേ കേട്ടാ. നിങ്ങളെ പുഷ്പലത ആന്റി പറഞ്ഞെന്ന് പറഞ്ഞിട്ട് വന്നില്ലല്ലോ. എടേ അതിനിടെ ഇപ്പം പ്രശ്നമായിട്ടിരിക്കുന്നത് എവള് ലീവ് എഴുതി കൊടുത്തല്ല. ലീവ് എഴുതി കൊടുത്തപ്പോൾ എവളെ കൂടെയുള്ള രണ്ടുപേരിങ്ങി വന്ന് ആ സമയത്ത് അവർക്ക് അവിടെ നിന്നേ പറ്റുള്ളൂ. ലീവ് എഴുതി കൊടുത്ത് എക്സ്റ്റെൻഡ് ചെയ്ത് അങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്ത് നിൽക്കുന്നത് നിന്നപ്പോൾ എവരിങ്ങി വന്ന്
വന്നിട്ട് ഇവർ തിരിച്ചു തന്നില്ല. ഇവർ തിരിച്ചു തന്നാലേ ഇവർക്ക് വരാൻ പറ്റൂ. അവരൊക്കെ വേറെ ഏതോ രാജ്യത്ത് പോവുകയും ചെയ്തു. ഇതിപ്പോൾ ആകെ ഇറിവിരിക്കുന്നത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് കല്യാണം ഇവിടെ ബന്ധുക്കളുടെ കല്യാണം. ഒന്ന് കോട്ടയത്ത്, ഒന്ന് ചങ്ങനാശ്ശേരിയിൽ. ആൻറ്റീൻ്റെ വീട് അങ്ങ് തിരുവല്ലയിലാണ്, അറിയാമോ? ഇവിടെ കേട്ടാ. അപ്പോൾ ഈ കല്യാണത്തിന് ഇപ്പോൾ പോയേ പറ്റൂ. കാര്യം അവരൊക്കെ അവിടെ കാത്തിരിക്കുകയാണ്, കല്യാണത്തിന് വരും വിചാരിച്ച്. ഇനിയിപ്പോൾ ഇവർക്ക് ലീവ് കിട്ടിയെന്ന് പറഞ്ഞാൽ അവർ വിശ്വസിക്കൂല. അവർ വിചാരിക്കും അവൾ മനഃപൂർവ്വം വന്നില്ല എന്ന്. ബന്ധുക്കളെന്ന് പറഞ്ഞാൽ പല തരക്കാരാണ് കേസു. അങ്കിളെ, എനിക്ക് കുറച്ച് പഠിക്കാനുണ്ട്, ഞാൻ പൊക്കോട്ടാ. എനിക്കും പഠിക്കാനുണ്ട്. കുറച്ച് കഴിഞ്ഞ് പഠിക്കാതെ നമുക്ക് കുറച്ച് നേരം സംസാരിച്ചൊക്കെ ഇരിക്കാം. വരി. അങ്കിള് സംസാരിക്കണേ ഞങ്ങൾ കൊണ്ട് ചായക്കടയിൽ പോയി സംസാരിക്കണേ, ചെല്ലേ. തന്നടേ, ഞാൻ പോകണ്ടേ? പിന്നെ ഓ, നിന്റെ ഡിജിറ്റൽ സേവാ കേന്ദ്രമൊക്കെ എങ്ങനെ പോകണ്ടേ? അതൊക്കെ വലിയ കുഴപ്പമില്ലാതെ പോകും നിങ്ങളെ. കുഴപ്പമില്ല, ഇപ്പോൾ പോകണമായിരിക്കും. ആ ഉഷയൊന്നും ശരിയുള്ള കേസല്ലേ, അവളെയൊന്നും വിശ്വസിക്കാൻ പറ്റില്ല. ഞാൻ ഒരു കാര്യം പറയാം, അവസാനം ഇത് അടച്ച് പൂട്ടി കെട്ടി വെച്ചോണ്ടിരിക്കേണ്ടി വരും. നീ ഇവിടെ കിടന്ന് പഠിക്കാതെ ഓടി കിടന്ന് പാടുവിട്ടത് വെറുതെ ആയിപ്പോകും കേസു. കുഴപ്പമില്ല നിങ്ങളെ, ഞാൻ നോക്കിക്കോളാം. നോക്കിയാൽ കൊള്ളാം നിനക്ക്. ഞാൻ ഒരു ദിവസം കോവിൻ്റെ അത് വന്നപ്പോഴേ ഒരു വെളുത്തൊരു പെണ്ണ്, ഒരു മെരിഞ്ഞൊരു പെണ്ണോട് നീ സംസാരിച്ചോണ്ടിരിക്കുന്നുണ്ട്. അതാണത്. എനിക്ക് ഓർമ്മയില്ലത്. ഓർമ്മയില്ലേ? അതേ കൊച്ചുമായിട്ട് നീ ഒരിക്കൽ ആ സേവാ കേന്ദ്രത്തിന് മുമ്പിൽ സംസാരിച്ചോണ്ടിരിക്കുന്നുണ്ടല്ലോടാ. അത് ഞാൻ ട്യൂഷൻ പഠിപ്പിക്കുന്നതിൽ കൊച്ചു പഠിക്കും. എനിക്ക് ഓർമ്മയില്ല എൻ്റെ അങ്കിളെ. കേശു, അത് നിന്റെ ട്യൂഷൻ അടുത്തുള്ള കൊച്ചല്ലടാ. അറിഞ്ഞൂടാ? അതിന്റെ ഗേൾ ഫ്രണ്ടാ, നിന്റെ ഫ്രണ്ടാണ്. വെറും ഫ്രണ്ട്. വീട്ടുകാർക്ക് സമ്മതം തന്നെ. വീട്ടുകാർക്ക് സമ്മതം എന്തിനി? പൊതു സമ്മതം തന്നെ. കൊച്ചിന്റെ സ്വഭാവം കൊള്ളാമോന്ന്. അത് വലിയ കുഴപ്പമൊന്നുമില്ല. എന്റെ പേരെന്ത്? മാളവിക. എന്തായിരുന്നു? മാളവികേ? മാളവിക. കേശു കൊടറാ. അച്ഛൻ്റെ മോനല്ലടാ. ഫോട്ടോ അയച്ചു. അങ്കിള് പോണില്ലേ? അങ്കിളെ പോങ്ങളെ. ഞാൻ നീ പേര് പണി. നഖം കടിച്ച് തുപ്പണം. എന്തത്? കേശു.